ഇന്നത്തെ ദിവസം ഐ എം റിയലി ഹാപ്പി. ഞങ്ങൾ ആക്ച്വലി 10 years ലോങ് റിലേഷന് ശേഷം മോസ്റ്റ് അവൈറ്റഡ് ഡേ ആണ് ഞങ്ങളുടെ ഇന്നത്തെ. ഗോയിങ് ത്രൂ ഓൾ അപ്സ് ആൻഡ് ഡൗൺസ്, സ്കൂളിൽ മീറ്റ് ചെയ്ത് കോളേജ് കഴിഞ്ഞ് വി ആർ ഹിയർ ഫൈനലി. ഞങ്ങളുടെ ഡേന് ഐ എം ഗെറ്റിംഗ് മാരീഡ് ഫൈനലി ടുഡേ. സോ എക്സൈറ്റഡ്. അടുത്ത് പോവാനാ വെറുതെ ചെയ്തോണ്ടിരിക്കണോ? ഞാന് ആദ്യമായിട്ട് ജെയ്ക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും സ്കൂള് കഴിഞ്ഞ് കോളേജ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോഴൊക്കെ ഞാനൊരു ഹിറ്റ്ലർ സിസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അമ്മയും അച്ഛനോടൊക്കെ ജെയ്ക്കിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം അവൻ എന്നെ സേവ് ചെയ്തത് പോലും ഹിറ്റ്ലർ സിസ്റ്ററിനാണ്. പിന്നെ അങ്ങോട്ട് കമ്പനിയായി. എനിക്കിപ്പോൾ ഇല്ലാത്തൊരു ബ്രദർ പോലെ തന്നെയാണ് അവൻ. അഞ്ജു എങ്ങനെയാണോ എൻ്റെ ഓൺ സിസ്റ്റർ അതേപോലെ തന്നെ എനിക്കിപ്പോൾ ഓൺ ബ്രദർ പോലെ തന്നെയാണ്. അവനിപ്പോൾ സിബ്ലിങ്സ് ഇല്ലാത്തതുകൊണ്ട് അവൻ എന്നെ ശരിക്കും സ്വന്തം അനിയത്തിയെ പോലെയാണ് കാണുന്നത്. അപ്പോൾ അവർ രണ്ടുപേരുടെയും ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് 10 കൊല്ലം റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു കല്യാണം സത്യം എനിക്ക് അത്രയ്ക്ക് ഇമോഷണലായി അത് കണ്ടപ്പോൾ. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദം. ഐ എം സോ ഹാപ്പി ദാറ്റ് JK is coming into our family. Just the same way. Okay. Adivale. 30 years back. It was exactly 30 years back. ഉണ്ണിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഫുൾ ദ്വാരകയിൽ തന്നെയായിരുന്നു. ചേട്ടൻ്റെ അമ്മയാണ് ഫുൾ കെയർ ചെയ്തിരിക്കുന്നത്. ഉണ്ണിക്കുട്ടനെ വളർത്തിയത് മുഴുവൻ അച്ഛനും അമ്മയും ചേർന്നിട്ടാണ്. ജയന്തിക്കും വലിയ റോളുണ്ട്. ജയന്തിയുടെ കല്യാണം വരെ ഉണ്ണിക്കുട്ടനെ വളർത്തിയത് ശരിക്ക് ജയന്തി തന്നെയാണ്. പിന്നെ അമ്മമ്മയും അച്ഛനും അവൻ്റെ ലോകം മൊത്തം. അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്നിട്ടാണ് സത്യത്തിൽ അവൻ വളർന്നത്. അച്ഛനോട് അതുകൊണ്ട് അവന് ഭയങ്കര ഇൻറ്റിമസിയാണ്. ആ ഇൻറ്റിമസി ത്രൂ ഔട്ട് ദി എൻറ്റയർ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് 12th പഠിക്കുമ്പോഴാണ് ആക്ച്വലി വി കെയിം ടു നോ ഓഫ് അഞ്ജു. ആൻഡ് നമ്മൾ ആക്സെപ്റ്റബിൾ തന്നെയായിരുന്നു. ഞങ്ങളൊരിക്കലും നോ ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഞങ്ങളത് ഓപ്പൺലി അപ്രൂവും ചെയ്തതായിട്ട് കാണിച്ചിട്ടുമില്ല. ആൻഡ് അഞ്ജു ആണ് ഐ ഫീൽ ദി ട്രൂ മോട്ടിവേറ്റർ. ഉണ്ണിക്കുട്ടൻ്റെ ലൈഫ് ഇങ്ങനെ നല്ല രീതിക്ക് പോയതിൻ്റെ കാരണക്കാരി അഞ്ജു. സോ നമ്മൾ ഭയങ്കരമായിട്ട് അഞ്ജുവിനെ വെൽക്കം ചെയ്യുന്നു. ആൻഡ് വി ആർ ഹാപ്പി. ആൻഡ് ദിസ് ഇസ് ഹൗ അഞ്ജു ഈസ് കമ്മിങ് ഫ്രം വൃന്ദാവൻ ടു ദ്വാരക. ഞങ്ങളുടെ ഒരേ ഒരു മോനാണ്. അഞ്ജുവും അവൻ തിരഞ്ഞെടുത്താണ്. എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. പവന ജസ്തുതി പാത്ര പാവന ചരിത്ര പവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര പവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സർവലോകാധാര സമരൈകധീര സർവലോക. അപ്പം ഭൂതഗണങ്ങളാണത്രേ ഇത് ഈ സൃഷ്ടിയുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ പുറകില്. കിഴക്കിൽ നിന്ന് അവർ ബിൽഡ് ചെയ്തിങ്ങനെ വന്നു. അപ്പം 2 സൈഡും പടിഞ്ഞാറും തെക്കും എല്ലാം പണിത് വന്നു. ഗോപുരങ്ങളൊക്കെ പണിത് വന്നു. തെക്ക് പണിതു, വടക്ക് പണിതു, കിഴക്കും പണിതു. പക്ഷെ പടിഞ്ഞാറെ ഗോപുരം പണി തീരുമ്പോഴേക്ക് നേരം പുലർച്ചയായി. അപ്പോൾ അവർ അൺഫിനിഷ്ഡ് ആയിട്ട് അത് വിട്ടുപോയി. അപ്പോൾ ആ ഒരു പടിഞ്ഞാറെ ഗോപുരം ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാനിട്ടല്ല, കുറേ തവണ അങ്ങനെ അത് ഗോപുരം കെട്ടിയിട്ട് വീണു പോയതായിട്ടാണ്. ഇതിൻ്റെ വടക്ക് ഭാഗത്തുകൂടെയാണ് ശോകനാശിനി ഒഴുകുന്നത്. ബാക്കി സൈഡിലെല്ലാം കുളമുണ്ട്. കിഴക്ക് കുളമുണ്ട്, തെക്ക് കുളമുണ്ട്.
പടിഞ്ഞാറ് ഭാഗത്തെല്ലാം ഉണ്ട്. അഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അതൊരു ഇൻഫാക്ച്വേഷൻ ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആസ് ദ ഡേയ്സ് വെൻ ബൈ ദ വേ ഹി മൂഡ് വിത്ത് അസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫാമിലിയിലേക്ക് പോകാൻ പറ്റി. ദാറ്റ്സ് സോ ഗ്രേറ്റ്ഫുൾ. നല്ലൊരു സ്ഥലത്ത് നല്ലൊരു അമ്പലത്തിൽ അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കാൻ പറ്റി. ഒരു ഇൻറ്റിമേറ്റ് മാരേജ്. ഗ്രേറ്റ്ഫുൾ. ദേവിക്കും ഏട്ടൻ്റെ മോൻ എന്നൊക്കെ പറയുന്നതിനേക്കാളും എൻ്റെ മോൻ തന്നെയാണ്. എനിക്കൊരു മോനുണ്ടായിരുന്നു, അവനെ ഞാനാണ് വളർത്തിയത്. അവനും അതുപോലെ തന്നെയാണ്. അമ്മയെക്കാട്ടിലും അബ്ബ എന്ന് പറഞ്ഞാൽ അവൻ അമ്മ തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് അവനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഈ സാഹചര്യം എന്നെ എനിക്കൊന്നും പറയാൻ വരുന്നില്ല. ഈ അമ്മയുടെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ സന്തോഷം. ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെയും അഞ്ജുവിൻ്റെയും, അതായത് ജയകൃഷ്ണൻ്റെയും അഞ്ജനയുടെയും കല്യാണം. അപ്പോൾ എന്തുകൊണ്ടും അവർ ഇങ്ങനെ നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ടാവട്ടെ. ഇന്ന് മുതൽ ഒഫീഷ്യലി ഗെറ്റിംഗ് മാരീഡ് എന്നൊരു റോളിലേക്ക് രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് എന്നൊരു റോളിലേക്ക് മാറുന്നു. ഉണ്ണിക്കുട്ടനും അഞ്ജുവിനും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഒരു വലിയൊരു ഹാപ്പി മാരീഡ് ലൈഫ്.